എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗാർലിക് പെപ്പർ ആണ്. അതിനു മുമ്പ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ പെപ്പർ ഗാർലിക് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ വലിയ പീസായിട്ട് കറി കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സവാള വേണം. ഒരു വലിയ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. ഗാർലിക് കുറച്ച് അധികം വേണം. ഒരു കുട മുഴുവനും ഞാൻ ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പറാണ് കുറച്ച് കൂടുതൽ നമുക്ക് വേണ്ടത്. പെപ്പറും എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം പെപ്പർ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 8 എണ്ണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. ഇതിൽ നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല. നമ്മൾ ചേർക്കുന്നത് എരിവിന് വേണ്ടി പച്ചമുളകുണ്ട്, കൂടാതെ പെപ്പറും ഉണ്ട്. അപ്പം ഇത് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം വയ്ക്കാം. ചൂട് കട്ടിയുള്ള നല്ലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള നമ്മൾ വളരെ നൈസായിട്ട് സ്ലൈസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, വളരെ തിന്നായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് വഴറ്റി വേഗം കിട്ടാനായിട്ട് എളുപ്പമാണ് ഇത്രയും തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ചേർത്ത് ഇതിൻ്റെ സവാളയാണ് കൂടുതലും നമുക്ക് വേണ്ടത്. ഉള്ളിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് വലിയ സവാള 3 എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. മഞ്ഞൾപ്പൊടി സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 6-8 പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചതുണ്ടായിരുന്നല്ലോ, അതൊന്ന് നടുകെ മുറിച്ച് അതും ഇട്ട് കൊടുക്കാം. ഒരു പിടി കരിവേപ്പില ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി വഴങ്ങി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇപ്പോഴല്ലോ കേട്ടോ നമ്മൾ ചേർക്കുന്നത്. മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ടിട്ട് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി നന്നായി അരച്ചെടുത്തു. ഇത് നമുക്ക് ഈ സവാളയിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴങ്ങിയ ശേഷമാണ് നമ്മൾ ഈ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർക്കുക. നന്നായി ചെറു തീയിൽ നല്ല പോലെ വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്തിട്ടുള്ള ആ ഒരു അരവിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് വരെ നന്നായി വഴറ്റുക. അതിനുശേഷം നമ്മൾ കഴുകിയെടുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഒന്നൊന്നായിട്ട് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം കഷ്ണങ്ങളിൽ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റുക. ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല പോലെ വഴറ്റി ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. നല്ല പോലെ വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പോളം വെള്ളം ഒഴിച്ച് അതും ചേർത്ത് കൊടുത്ത് കുറച്ച് തീ കൂട്ടി വയ്ക്കാം. നല്ല ഫ്ലെയിമിൽ വയ്ക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. നല്ല പോലെ തിള വന്നു. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം മീഡിയത്തിന് മേലെ ഇരുന്നോട്ടെ കേട്ടോ ഫ്ലെയിം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും അധികം വെള്ളം ചേരാത്തത് കൊണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വഴറ്റി കൊടുക്കുക. വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ചിക്കനൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും ചേർത്ത് നല്ല പോലെ വഴറ്റുക.
ചിക്കൻ ഒരു പകുതിയിലേറെ വേവായ ശേഷമാണ് കേട്ടോ നമ്മളിവിടെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ചെറുതീയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല വേവായിട്ടുണ്ട് ചിക്കനൊക്കെ. ഇനിയിപ്പം അധികം വേവിക്കേണ്ട കാര്യമില്ല. ചിക്കൻ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അധികം വേവിക്കേണ്ട കാര്യമില്ല. നല്ല പോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഗരം മസാലപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. എരിവ് കൂടുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ സവാളയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇട്ടേക്കണ കുരുമുളകും പച്ചമുളകും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല പാകത്തിനുള്ള എരിവാണ് ഇതിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ പറ്റുന്ന നല്ല ഒരു ഗാർലിക് പെപ്പർ ഗ്രേവിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. സെമി ഗ്രേവി, അധികം ഗ്രേവി ഇല്ലാതെ ഉള്ള ഒരു റോസ്റ്റ് കറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി സംശയമൊക്കെ മാറ്റിയിട്ട് നിങ്ങളിത് ഉണ്ടാക്കണം കേട്ടോ. നല്ല ഒരു കറിയാണ്, ശരിക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെയൊക്കെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.